ഡിവൈഎഫ്ഐ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം ആചരിച്ചു. സ്വാശ്രയ കോളേജ് വിരുദ്ധ സമരത്തിനിടെ കണ്ണൂർ കൂത്തുപറമ്പിൽ 5 യുവാക്കൾ വെടിയേറ്റു മരിച്ചതിന്റെ വാർഷിക ദിനമായ നവംബർ 25-ന് ഡിവൈഎഫ്ഐ വടക്കഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുടപ്പല്ലൂരിൽ അനുസ്മരണ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം PM ആർഷോ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഒന്നായി കണ്ണൂർ മെഡിക്കൽ കോളേജിനെ പരിയാരം മെഡിക്കൽ കോളേജിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയും ഇടതുപക്ഷാധിപത്യ ഗവൺമെന്റിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പോയ കാലത്തെ നമ്മുടെ പൂർവികർ ഉയർത്തിയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ അത്രയും ഈ നാടിന്റെ ഏറ്റവും മികച്ച നല്ല മുന്നോട്ട് പോക്കിന് വേണ്ടിയായിരുന്നു എന്നത് ഉൾക്കൊണ്ട് അതിനനുസരണം ഈ നാടിന്റെ മുഖച്ഛായയാകെ കഴിഞ്ഞ 9.5 വർഷക്കാലത്തിനിടയിൽ മാറ്റുന്നതിന് വേണ്ടി ഇടതുപക്ഷത്തിന് കഴിഞ്ഞു എന്നിടത്താണ് നമ്മുടെ സമരമുദ്രാവാക്യങ്ങൾ വിജയപഥത്തിലേക്ക് എത്തുന്നത്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടല്ലോ, കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗാകെ മാറിയത് എങ്ങനെയെന്നുള്ളത്. ഇന്ന് ലോകത്തിന് അഭിമാനമാം വിധം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗമായ ശിരസുയർത്തി നിൽക്കുന്നുണ്ട്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയുടെ സ്ഥിതി എന്ത് നിലവിൽ കഴിഞ്ഞ അധ്യയന വർഷം കേന്ദ്ര ഗവൺമെന്റ് തന്നെ രാജ്യസഭയിലെ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഒരു അധ്യയന വർഷത്തെ അഡ്മിഷൻ പ്രക്രിയ പൂർത്തീകരിക്കുമ്പോൾ 12 ലക്ഷത്തിന് മുകളിൽ കുട്ടികൾ പ്രാഥമിക വിദ്യാഭ്യാസം ലഭ്യമാകാത്ത വിദ്യാഭ്യാസ ക്രമത്തിന്റെ പുറത്ത് നിൽക്കുന്നുണ്ട് ഇന്ത്യയിൽ എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ കണക്ക്. ഔദ്യോഗിക കണക്കതാണെന്നുണ്ടെങ്കിൽ വസ്തുത എന്നുള്ളത് അതിൽ എത്രയോ ഇരട്ടിയായിരിക്കും. ബ്ലോക്ക് പ്രസിഡന്റ് R നിഖിൽ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം S ഷക്കീർ, S കിരൺ, അമൃത, ശ്യാമോഹൻ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. PC പ്രതീഷ് സ്വാഗതവും U അഷ്റഫ് നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.